ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും റമദാന് നോമ്പൊക്കെ എടുത്തു. നമ്മൾ ആദ്യത്തെ 10 കഴിഞ്ഞല്ലേ. അപ്പോൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമുക്ക് റാഹത്തായിട്ട് തന്നെ പോയിട്ടുണ്ട്. നിങ്ങൾക്കും അതുപോലെ തന്നെ കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 2 ദിവസം നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേനു കേട്ടോ. അത് ഒരു ദിവസം നമുക്ക് നോമ്പുത്തുറ പരിപാടി ഉണ്ടായിരുന്നു നമ്മളെ ഇക്കാൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ കേട്ടോ. അപ്പോൾ അന്ന് അവിടെ നിന്നൊന്നും ഷൂട്ടാക്കാൻ എനിക്ക് ഭയങ്കര ഒരു ചടപ്പിട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ആണ് കേട്ടോ നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാവുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ബേബീസ് ഇന്ന് ഉറങ്ങിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവരുറങ്ങാണ്ടപ്പോൾ എനിക്കും റെസ്റ്റ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കിച്ചണിൽ കയറാമെന്ന്. അപ്പോൾ ഞാനൊരു 2:45 ആയപ്പോൾ തന്നെ കിച്ചണിൽ കയറിയിട്ടോ. അപ്പോൾ അവരും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ പത്തിരിക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങി. പിന്നെ ഇന്ന് ഗ്രീൻ പീസ് കറി ആട്ടോ വെക്കുന്നത്. നമ്മൾ കുറേ ദിവസമായിട്ട് ചിക്കൻ തന്നെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ചിക്കനൊക്കെ മടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഗ്രീൻ പീസ് വെച്ചിട്ട് സ്റ്റൂ പോലെ ഉണ്ടാക്കാമെന്ന് കേട്ടോ കരുതുന്നത്. അപ്പോൾ ഞാൻ പത്തിരിക്കുള്ള പൊടി റെഡിയാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ നമ്മൾ ഇതിലേക്കുള്ള എന്താ പറയുക, നമ്മളെ കറിയിലേക്കുള്ള വെജിറ്റബിൾസും അതേപോലെ ഞാൻ ഇന്നൊരു ഈസി സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ വീറ്റ് ബ്രെഡൊക്കെ വെച്ചിട്ട് എനിക്കും കൂടി കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഒരു എഗ്ഗ് പോള പോലത്തെ ഒരു സംഭവമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ജസ്റ്റ് കട്ടാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എഗ്ഗ് പുഴുങ്ങിയിട്ട് എടുക്കണം, എന്നിട്ടാണ് നമ്മൾ അതിലേക്ക് ഇടുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ അസർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ പത്തിരി പരിപാടിയൊക്കെ തീർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിക്കുള്ളതും ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ കറി സെറ്റാക്കാന്നുള്ള പ്ലാനാണ്. അപ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഗ്രീൻ പീസ് ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ഡയറ്റാണല്ലോ, അപ്പോൾ എനിക്ക് കുറച്ചധികം കറി കൂട്ടാന്ന് കരുതിയിട്ടാട്ടോ. പിന്നെ അതിലേക്ക് ഉള്ളി, തക്കാളി, പിന്നെ ക്യാരറ്റ്, പിന്നെ പൊട്ടാറ്റോ, പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഉപ്പ് മാത്രം കേട്ടോ ഞാൻ ഈ ഒരു സമയം ആഡ് ചെയ്യുന്നുള്ളൂ. അതിലേക്ക് ഈ ഒരു അളവിൽ വെള്ളം ചേർത്തിട്ട് നമുക്കൊരു 2-3 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ബേബീസിൻ്റെ ഒച്ചപ്പാടൊന്നും കേൾക്കാണ്ടായപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് അകത്ത് പോയപ്പോൾ ഇതാട്ടോ പരിപാടി. ഉപ്പാൻ്റെ മരുന്ന് ബോക്സാണിത്. അതെടുത്തിട്ട് 2 കൂടി വീതം വെക്കുന്ന പരിപാടിയാണ്. കറക്റ്റ് ടൈമിൽ ഞാൻ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടോ. ഇപ്പോൾ ഇവരെ കണ്ണ് തെറ്റാൻ പറ്റൂല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ച് വെക്കുന്ന കേട്ടോ. ഇവർക്ക് 2 ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള പരിപാടി കേട്ടോ. ഇന്നാണേൽ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഫുള്ള് പണി എനിക്ക് പാര വെക്കൽ തന്നെ ഉണ്ടോ 2 പണി. അപ്പോൾ ഞാനത് വാങ്ങി വെച്ചു. അതിന് മരുന്നിൻ്റെ കവറിനൊക്കെ എല്ലാതും എടുത്തിട്ടുണ്ട്. ഇനി ഏതൊക്കെ കവറിലാണെന്നൊന്നും എനിക്കറിയില്ല. ഉപ്പാണെങ്കിൽ പള്ളിയിൽ പോയതാട്ടോ. അപ്പം ഞാനത് വാങ്ങിച്ച് വെച്ചപ്പോൾ കുറച്ച് സമയം അലമ്പൊക്കെ ആക്കിട്ടോ. പിന്നെ ഞാൻ നമ്മൾ ആ ഒരു എഗ്ഗ് പോളയിലേക്കുള്ള ആ ഒരു മസാല ഫില്ലിങ്സൊക്കെ റെഡിയാക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ സാധാ നമ്മൾ ഫില്ലിങ്സ് റെഡിയാക്കുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളകൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടോ. അതിലേക്ക് പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും പൗഡേഴ്സൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു സമയം പിന്നെ ഞാൻ അസറൊക്കെ നിസ്കരിച്ച് വന്നപ്പോൾ നമ്മളെ ബേബീസ് ഇന്നിപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയാണ് കേട്ടോ. അത് ഏകദേശം ഒരു 10 എണ്ണം ഉണ്ടായിരുന്നു. അത് ടേബിളിൻ്റെ മുകളിലായിരുന്നു വെച്ചത്. ആൾക്കാർ കസേരയിൽ കയറിയിട്ട് അതെടുത്ത് താഴേക്ക് ഇട്ടിട്ട് ആകെ മൊത്തത്തിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ ഒരു ടേബിളിലൊന്നും അങ്ങനെ വല്ലാണ്ട് കസേര നീക്കി വെച്ചിട്ടൊന്നും കയറുന്നത് കാണാറില്ല. സാധാരണ നമ്മൾ ഹോളിൽ സോഫയും ടേബിളും ഏകദേശം അടുത്തടുത്തായിട്ടുണ്ട്. അപ്പോൾ ഹോളത്തെ ടേബിളിൽ കയറലുണ്ട്, പക്ഷേ കിച്ചണിലെ ടേബിളിൽ അവരങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് കരുതിയിട്ടാണ് അവിടെ തന്നെ വെച്ചത്. അപ്പം ഞാൻ 2 മുട്ട അതിന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എഗ്ഗ് പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബാക്കി ഞാൻ അതിൽ തന്നെ വെച്ചിട്ട് ഇനി ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നെടുത്ത് വെക്കാന്നുള്ള രീതിയിൽ വെച്ചതായിരുന്നു. പക്ഷേ അത് ആൾക്കാർ താഴേക്ക് വലിച്ചിട്ടിട്ട് അതിന് മുട്ടൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ടോ. അപ്പോൾ ആകെ ഒരു 3 4 നമുക്ക് പൊട്ടിയിട്ടുണ്ട്, ചെറിയ പൊട്ടായിട്ട് കിട്ടി. അത് ഞാൻ അതേപോലെ തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാൻ വിചാരിച്ച് നല്ലപോലെ പൊട്ടിയതൊക്കെ ഞാനിതാ ഈ ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടോ. ഇതാണ് ഇപ്പോൾ ഇവരെ പരിപാടി, കണ്ണ് തെറ്റാൻ പറ്റൂല. അപ്പോൾ എന്നോട് നമ്മൾ മോർണിംഗ് റൂട്ടീൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിലൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 months ആയിട്ടുള്ള ട്യൂൻ ബേബീസാണ്, അപ്പോൾ എങ്ങനെ ഉറക്കാന്നൊക്കെ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇവർ നല്ല പോലെ ഉറങ്ങും, ചില ദിവസങ്ങളിൽ ഉറക്കം തീരെ ഇല്ല. അങ്ങനെയാണ് കേട്ടോ ഇവരെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര തന്നെ ഉറക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ അവർ ഉറങ്ങൂല.
പക്ഷെ ഞാൻ ഉറക്കുന്ന സമയത്ത് ഞാൻ 2 പേരെയും ഒരേപോലെ ഒരേ സമയത്ത് ഉറക്കൂട്ടോ. അതേപോലെ അവർ ഫുഡ് കൊടുക്കുകയാണെങ്കിലും ഒരേ സമയത്ത് ഫുഡ് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്കും അവർ ഉറങ്ങുന്ന സമയത്ത് കുറച്ച് സമയം ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ. പക്ഷേ ചിലപ്പം നമ്മൾ ആ ഒരു ശ്രമം പരാജയപ്പെടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്നിപ്പോൾ നമുക്ക് ഒരേ റൂട്ടീൻസിൽ തന്നെ അങ്ങനെ പോകാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ പോളേൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീറ്റ് ബ്രെഡ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അത് കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അതാവുമ്പോൾ അധികം ഓയിലും എണ്ണ ഒന്നും യൂസ് ആക്കാതാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ട് ആ പാനിൽ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു മുട്ടയും അതിൻ്റെ കൂടെ കുറച്ച് വീറ്റ് പൗഡർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയിൽ. എന്നിട്ട് നമ്മൾ ബ്രെഡ് അതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് നല്ലപോലെ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പാനിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം ഒരു ലെയർ ഫുള്ള് കവർ ചെയ്ത് സെറ്റ് ആക്കിയതിന് ശേഷം പിന്നെ നമ്മളെ ഫില്ലിങ്സ് ഉണ്ടല്ലോ, നമ്മളുണ്ടാക്കിയ ഫില്ലിങ്സ് അതിന് മുകളിലിട്ടിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയത്. അപ്പോൾ നമ്മൾ ഈ കറക്റ്റ് പാൻ്റെ ഷേപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ ബ്രെഡ് നമ്മൾ ഇങ്ങനെ പീസാക്കിയിട്ടൊക്കെ വെച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. അത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനിങ്ങനെ പീസാക്കിയിട്ട് അതിൻ്റെ സൈഡ് ഭാഗവും അതേപോലെ സെൻറ്റർ ഭാഗമൊക്കെ ഒന്നിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഫില്ലിങ്സ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് ഫില്ലിങ്സ് മാത്രമേ റെഡി ആക്കിയിട്ടുള്ളൂ. ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇട്ടിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫില്ലിങ്സൊക്കെ എല്ലായിടത്തും സ്പ്രെഡാക്കി ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള എഗ്ഗ് ഉണ്ടല്ലോ, അതിങ്ങനെ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ. അത് വേണമെങ്കിൽ നമ്മൾ ആ ഒരു ചെറിയ പീസസ് ആക്കിയിട്ടും കട്ടാക്കാം കേട്ടോ. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു ഇതിലാണ് കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം നമ്മൾ അതിന് മുകളിലും ഇതുപോലത്തെ ഒരു ലെയറും കൂടി സെറ്റാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് സൈഡിലൊക്കെ കട്ടാക്കിയിട്ട് ഇതുപോലെ രണ്ടാമത്തെ ലെയറും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു കുറച്ച് സമയം ഇത് കുക്ക് ചെയ്തെടുക്കാനുണ്ടാവുള്ളേ. നമുക്ക് ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. അതിനിടയിൽ നമ്മളെ ബേബീസ് ഇവിടെ അടുത്ത പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ടേബിളിൽ കയറിയിട്ട് ഞാൻ ഈ ഫ്ലേവർ റൈസിൽ വെച്ചിട്ടുള്ള ഈ സംഭവമൊക്കെ എടുത്ത് വലിച്ച് വാരിടുന്ന സംഭവമായിരുന്നു. അപ്പം ഞാൻ ഇതുപോലത്തെ 3 ഫ്ലേവർ റൈസ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കിച്ചണിൽ ജനലിൻ്റെ ആ ഒരു സൈഡിലായിട്ട് മണി പ്ലാന്റ് വെച്ചിട്ട് 2 സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 2 ഇവർ പൊട്ടിച്ച് കളഞ്ഞിട്ടോ. അതേപോലെ ഇപ്പോൾ ഇവിടെ കയറിയിട്ട് ഇത് പൊട്ടിക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഞാനത് വാങ്ങി വെച്ചപ്പോൾ കുറച്ച് സമയം രണ്ടാളും ഇളകിയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നെ കണ്ടപ്പം ഇതെടുത്ത് വെക്കണ പരിപാടിയാണ് കേട്ടോ. അവരെന്ത് കള്ളപ്പണി എടുക്കുകയാണെങ്കിലും നമ്മളെ കണ്ടാൽ അവർക്ക് അറിയാം ഇത് ചെയ്താൽ ചീത്ത കേൾക്കും എന്നുള്ളത്. അപ്പോൾ അതേപോലെ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ നോക്കൂട്ടോ. അപ്പോൾ ഏതായാലും ഉമ്മ നിസ്കരിക്കാനും ഞാൻ കിച്ചണിലും ബിസി ആയപ്പോഴാണ് ഈ പരിപാടിക്ക് ആൾക്കാർ വന്നത്. അപ്പോൾ ഏതായാലും അതൊക്കെ വാങ്ങി വെച്ചപ്പം കുറച്ച് സമയം ആൾക്കാർ ഫയറൊക്കെ ആയിന് കേട്ടോ. പിന്നെ ഞാൻ നമ്മളെ പട്ടാണിയുടെ സ്റ്റൂവിൻ്റെത് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ഇതായിരുന്നു കേട്ടോ അവസ്ഥ. നമ്മളെ ഗ്രീൻ പീസ് ഈ ഒരു കുക്കാവുന്നതാണ് കേട്ടോ ഇഷ്ടം. അധികം കുക്കായിണ്ടേൽ ആ ഒരു കടിക്കാനൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ അതെനിക്ക് അത്ര ഇഷ്ടമില്ല. ഇതാണ് ഒന്നും കൂടെ ഇതിൻ്റെ ഒരു ഒന്ന് കുക്കായി വരുന്ന ആ ഒരു അളവ് കേട്ടോ. എനിക്കിങ്ങനെയാണ് ഇഷ്ടം. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുക്കാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഇതിപ്പോൾ ഒരു 3 വിസിൽ വരെ വെയിറ്റ് ചെയ്തിട്ടുള്ളേനു. ഇനി വേണമെങ്കിൽ ഒരു 5 വിസിലൊക്കെ ആക്കുന്നവർക്ക് ആക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ അതിലേക്ക് കുറച്ച് തേങ്ങ ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. ചിലർ തേങ്ങാപ്പാൽ ആഡ് ചെയ്യും കേട്ടോ. പക്ഷെ ഞാൻ തേങ്ങ ഒന്നിച്ചിട്ട് ആഡ് ചെയ്തിട്ട് തന്നെയാണ് ഇട്ടിട്ടുണ്ടായത്. പിന്നെ അതിലേക്ക് നമുക്ക് നല്ല കട്ട തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ പുളിവിനനുസരിച്ച് എത്ര ക്വാണ്ടിറ്റി വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിത് തിള വരുന്നോണ്ടിരിക്കുന്ന ഒരു സമയമായപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് കുറച്ചധികം തന്നെ കുരുമുളക് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ചും ഈ ഒരു സ്റ്റൂ എന്നൊക്കെ പറയുമ്പോൾ അതിൽ മുന്നിട്ട് നിൽക്കുക നമ്മൾ ഈ ഒരു കുരുമുളകിൻ്റെ ഫ്ലേവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കറീൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒന്നിച്ചിട്ട് വെളിച്ചെണ്ണയിൽ വറവിട്ടിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കറീൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കറി ഇതുവരെ ട്രൈ ആക്കാത്തവരാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പത്തിരി വെള്ളപ്പം അതിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.
പിന്നെ നമ്മൾ എഗ്ഗ് പോളിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അയിമക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നപ്പോൾ നമ്മൾ എഗ്ഗ് പോളിൻ്റെ അടിവശം ഒന്ന് ജസ്റ്റ് ആയിരുന്നു കരിഞ്ഞു പോയിട്ടുണ്ട്. കരിയല്ല, ഒരു ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേ വശം പിന്നെ നമ്മൾ മറിച്ചിട്ടിട്ട് ആ ഭാഗം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ട്രൈ ആക്കി നോക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇത് നമ്മൾ വീറ്റ് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റേ ബ്രെഡ് വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ എനിക്ക് അത് യൂസ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് ചെയ്തത്. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് മടിയായതുകൊണ്ട് തന്നെ ഈസി സ്നാക്സൊക്കെ കേട്ടോ റെഡിയാക്കിയത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉപ്പാക്ക് മുളക് ബജി അങ്ങനത്തെ സംഭവമൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാൽവായക്ക എന്ന് പറയുന്ന ആ ഒരു ഡിസേർട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് എന്താ പറയുക, ചക്കയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ്. അപ്പോൾ ഏതായാലും നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.